സാറേ, മഹാരാഷ്ട്രയിൽ നമ്മൾ വിചാരിച്ചത് പോലെയല്ല. അതായത് വലിയ മുന്നേറ്റമാണ് NDA എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ സഖ്യം 56 സീറ്റിലാണ്, മറ്റേ NDA അവിടെ ബഹുദൂരം മുന്നിലാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? 219 സീറ്റിൽ മുന്നിലാണ്. അല്ല, നമ്മൾ അന്ന് പറഞ്ഞ തുടക്കുകയാണ്. ജാർഖണ്ഡ് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ട, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം ഞാൻ ജാർഖണ്ഡ് പഠിച്ചിട്ടില്ല. മഹാരാഷ്ട്ര നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉള്ള സ്ഥലമാണ്, നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമുക്ക് സുഹൃത്തുക്കളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ ഒരു മാറ്റം എന്ന് വെച്ചാൽ അത് സ്ഥായിയായ ഒരു മാറ്റം. മഹാരാഷ്ട്ര അങ്ങനെ സ്ഥായിയായ പൊളിറ്റിക്സാണ്. ഈ കേരളം ഒന്നും പോലെ, പഴയ കേരളം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സ്ഥായിയായ പൊളിറ്റിക്സിൻ്റെയൊക്കെയാണ്. കോൺഗ്രസ്. അപ്പോൾ RSS വളരെ കാലമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഹിന്ദുത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ആ ഹിന്ദുത്വവൽക്കരിക്കുന്നതിന് മുമ്പ് അവർക്കൊരു മറാഠവാദം കത്തിക്കേണ്ടിയിരുന്നു, കോൺസെൻട്രേഷൻ. അങ്ങനെയാണ് ശിവസേന വരുന്നത്. അല്ല, ശിവസേന അവർ ഏറ്റെടുക്കുക. ശിവസേന വരുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അത് പിന്നെ BJP RSS ഏറ്റെടുക്കുന്നതായിട്ട്. അപ്പം ശിവസേന പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പം അവർക്ക് ഒരു കൂട്ടിൽ 2 സിംഹം പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ മാറിപ്പോകും എന്ന ഘട്ടമാകുമ്പോഴേക്കും ശിവസേന കൂടി ഉണ്ടാക്കി വെച്ച ഹിന്ദുത്വ ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. അത് RSS ശക്തമായ രീതിയിൽ അങ്ങ് എൻഗേജ് ചെയ്തു. അതാണ് സംഭവം. അവിടെ അതിശക്തമായി ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെയാണ് UP. അപ്പോൾ ഹരിയാന ഇതേപോലെ ഹിന്ദുത്വവൽക്കരണമാണ്. അപ്പം നമ്മളന്ന് എല്ലാവരും പറഞ്ഞ് ഈ ഇന്ത്യ സഖ്യം വിജയിക്കുന്നത് നമ്മളത് പറയാൻ കാരണം, ഞാൻ പറയുന്നതിന് എപ്പോഴും അത് ഇലക്ഷൻ്റെ ആ പ്രവചനം തെറ്റിയാലും ഇല്ലെങ്കിലും പറയുന്നത് നമ്മൾ ലോജിക്ക് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടോ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള ലോജിക്ക് വെച്ചു. പിന്നെ ആ ഒരു സമയത്തെ പ്രധാനപ്പെട്ട കണ്ടന്റ് വെച്ചുമാണ്. അതിനിടയ്ക്ക് പെട്ടെന്നൊരു ഡ്രിഫ്റ്റ് വന്ന് ഒഴുകിപ്പോയി, ആളുകൾ വോട്ട് നടത്താൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് RSS വോട്ട് മറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ചില പ്രവചനങ്ങൾ തെറ്റിപ്പോയത്. തിരുവനന്തപുരത്ത് RSS പലർക്കും വോട്ട് ചെയ്യാൻ പോയില്ല. രാജീവിന് ഇഷ്ടമായിരുന്നില്ല. രാജീവ് അമിത്ഷാ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നുള്ളത്. അപ്പോൾ അമിത്ഷായ്ക്ക് ഒരു പണി കൊടുക്കാന്നുള്ളത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടത്. അതുകൊണ്ട് CPM പോകേണ്ട RSS വോട്ട് കേരളത്തിൽ അങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്. കാരണം കോൺഗ്രസിനെ ഡൗൺ ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് കുറച്ച് സീറ്റ് കിട്ടിക്കോട്ടെ എന്ന് അവർ വിചാരിച്ചു. എന്നാൽ BJP അധികാരത്തിൽ വന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം തീർന്നു. അപ്പോൾ മോഡി ഈസ് കംപ്ലീറ്റ്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് RSS ആയി. ഇനിയിപ്പം പ്രശ്നമില്ല. ഞാൻ ഈ RSSൻ്റെ കാര്യം പറയുന്നത്, മഹാരാഷ്ട്രയിൽ നമുക്കറിയാം ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ സഖ്യം വിജയിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ RSS രംഗത്തിറങ്ങിയും BJPയുടെ സർക്കാർ തന്നെ വീണ്ടും അധികാരം. അപ്പോൾ ഈ മഹാരാഷ്ട്രയിലും അങ്ങനെ RSSൻ്റെ കൃത്യമായ ഒരു ഇടപെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. RSS ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ നിയമസഭാ ഇലക്ഷൻ്റെ ക്ഷീണം. അല്ല, പലരും നിയമസഭ ഈ കോൺഗ്രസ്സുകാർക്ക് അറിയാം, കോൺഗ്രസിന് ടോപ്പ് ലീഡർഷിപ്പിന് അറിയാം, ഇത് ഇവരുടെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഇവരുടെ കഴിവുകൊണ്ടോ അല്ല, ഇത് RSS വലിച്ചെന്ന് അവർക്ക്. പക്ഷെ അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ഇവന്മാരൊക്കെ ചാനലിൽ അങ്ങ് ഞെളിഞ്ഞ് അതുകൊണ്ട് BJP രക്ഷപ്പെട്ടു, മറ്റേതാണ് അത് ഹിന്ദുത്വം തകർന്നടഞ്ഞു, സംഘികൾ ചാണകം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കുറേ കേൾക്കുമ്പോൾ RSSകാർ കളകും. മാത്രമല്ല, അമിത്ഷായും മോഡി ഇവരും നമ്മളെ പ്രശ്നം സോൾവ് ചെയ്തു. ഇപ്പോൾ കേരളത്തിന് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് എനിക്കറിയാം പണിയൊക്കെ നിർത്തിപ്പോൾ RSSകാർ വരെ, അമ്മാവനും അപ്പൂപ്പനും അമ്മൂമ്മയായിട്ടുള്ള RSSകാർ വരെ ട്രൗസർ, പണ്ടത്തെ ആശ പേരുടെ ആശുപത്രി ട്രൗസർ കൂരി വെച്ച RSSകാർ തന്നെ പാൻസൊക്കെ ഇട്ട് മുണ്ട കൊടുത്ത് വന്ന് വോട്ടടിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിനെ ഏൽപ്പിക്കണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. എന്നാൽ രാജീവ് ജയിക്കേണ്ടതെന്നുണ്ടായിരുന്നു. ഇതാണ് സംഭവിച്ചത്. ഈ ഒരു രീതിയിലൊരു എങ്ങനെയാണോ ഇറാനിലൊരു ഇസ്ലാമിസ്റ്റ് സാധനം ഖൊമേനി കൊണ്ടുവന്നത്, അത് പക്ഷേ ഇത്തിരി ഡെപ്തില്ല അതിന്. ആ രീതിയിൽ RSS വളരെ പതുക്കെ ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു പ്രോസസ്സിൽ ഇപ്പം തടസ്സമായിട്ട് ആര് വന്നാലും, അതിപ്പോൾ മോഡിയല്ല, ആര് വന്നാലും അവർ ചവിട്ടിക്കും. അത് ഒരു ചെറിയ പണി കൊടുക്കുക, ചെറിയ പണി കൊടുക്കും, വലിയ പണി കൊടുക്കണേ വലിയ പണി. ചെറിയ പണി കൊടുത്താണ് കഴിഞ്ഞ ലോക്സഭ. അത് മാറി. ഇപ്പോൾ ഒന്നും പറയുന്നില്ല, വലിയ ഡയലോഗൊന്നും കേൾക്കുന്നില്ലല്ലോ BJP എന്നൊന്നും. അതെ, അപ്പോൾ അതാണ് കാരണം. അതായത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99+1 പിന്നീട് ഒരു സീറ്റ് കൂടെ കിട്ടുന്നു. അപ്പോൾ 100 സീറ്റിൽ വിജയിച്ച് അവരെ സംബന്ധിച്ചൊരു അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഇത് കിട്ടി? നിങ്ങൾ ഈ പറയുന്ന പോലെ മറ്റേ കക്ഷി ഉണ്ടല്ലോ, എന്താണ് നമ്മുടെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിന് യോഗേന്ദ്ര യാദവ് പറഞ്ഞതനുസരിച്ചിട്ട് മോഡിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ ഇത് കാണേണ്ടത് ബീഹാറിലും മറ്റുമാണ്. അവിടെ കണ്ടിട്ടില്ലല്ലോ. കണ്ടത് എവിടെയാണ്? മഹാരാഷ്ട്രയിലും UPയും. മഹാരാഷ്ട്ര UPയും പ്രത്യേകം എന്താണ്? RSSന് വളരെ കൃത്യമായി ഹോൾഡുള്ള സ്ഥലമാണ്. ഇനി ബീഹാറിൽ ഇല്ലയെന്നല്ല, ഇനി ബീഹാറിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യോഗേന്ദ്ര യാദവിന് ക്രെഡിറ്റ് തോന്നി വിചാരിച്ച RSS അവിടെ സീറ്റ് ജയിപ്പിച്ചു കൊടുത്തു. ഇത് ഈ മൊസാദ് ഉള്ളതുകൊണ്ട് ഇസ്രായേൽ നിൽക്കുന്നത് പറയുന്ന പോലെയാണ് ഈ RSS ഉള്ളതുകൊണ്ട് BJP എന്ന് തോന്നുന്നു. അത് ചിലപ്പം BJPക്ക് മാറുന്നു. അവിടെയാണ് പ്രശ്നം വരുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ ഈ കനത്ത പരാജയം അവരുടെ ഈ 100 സീറ്റിൻ്റെ ആ ഒരു
ഒരു ഒരു അല്ല ഡിമാൻഡ് മഹാരാഷ്ട്ര അല്ല അവർ ഹരിയാന മഹാരാഷ്ട്ര അതൊക്കെ അവർക്ക് ഭയങ്കര വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട് വരില്ലേ അവരിപ്പം? ഞാൻ പറഞ്ഞല്ലോ സംഘടനാ സംവിധാനമില്ല. ഇപ്പം നമ്മളിപ്പം ഒരു സാമ്രാജ്യം തകരുമ്പോൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ തകർച്ചയ്ക്കിടയിൽ ചെറിയ വിജയങ്ങളൊക്കെ അവർക്കുണ്ടാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, കൺസിസ്റ്റൻ്റായിട്ട് വിജയിക്കാൻ പറ്റണം. കൺസിസ്റ്റൻ്റായി വിജയിക്കാൻ പറ്റണമെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ BJPൻ്റെ സംഘടനാ സംവിധാനം BJP ഇസ് ലൈക്ക് കോൺഗ്രസ്. RSSൻ്റെ സംഘടനാ സംവിധാനമുണ്ട്. അതിനെ മറികടക്കണ ഇവർ സേവാദൾ എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതൊക്കെ അവർ പുനരുജ്ജീവിക്കുക, അതത്ര എളുപ്പമൊന്നല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന യോഗേന്ദ്ര യാദവ് അല്ലെങ്കിൽ മറ്റേ ഒരു സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടല്ലോ ബീഹാറിൽ, അവനെന്ത് ഇത്ര സീറ്റെല്ലാം കിട്ടിയത്? പ്രശാന്ത് കിഷോർ അവനെല്ലാം കിട്ടിയത് ഞാൻ നോക്കിയില്ല. അപ്പോൾ അവനെ പോലുള്ള കുറേ ആളുകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇതറിയാം, ഒരു മൊബിലൈസേഷൻ എങ്ങനെ ഗ്രാസ്റൂട്ട് ലെവൽ പോസിബിൾ ആക്കുന്നത്. അത് അവരൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അവർ ചോദിക്കുന്ന വില വളരെ വലുതായിരിക്കും, അത് കൊടുക്കേണ്ടി വരും. അല്ലാതെ RSS മുന്നിൽ നിൽക്കാൻ പറ്റില്ലെന്ന്. അല്ല RSS BJP ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് ഇപ്പോൾ സാംസ്കാരിക സംഘടനയായിട്ട് അങ്ങ് നിന്നേക്കണം, BJP ഉണ്ടായാലും അങ്ങനെയുള്ള പ്രശ്നമല്ല. അതല്ലാതെ ഇവരെങ്ങനെ RSS മുന്നിൽ പിടിച്ചിരിക്കും സംഘടനാ സംവിധാനം അല്ലാതെ? കേരളത്തിൽ ഇവരെ പല കാരണങ്ങളും കൊണ്ട് അവർക്ക് വേണ്ടാന്നുള്ളതുകൊണ്ടും ഒക്കെ കൊണ്ട് ക്ലച്ച് പിടിക്കാത്തത്. ഇപ്പം തന്നെ കൃഷ്ണകുമാറിൻ്റെ കാര്യം അറിയാലോ, വിചാരിച്ചാൽ ജയിക്കാൻ പറ്റുന്ന സീറ്റാണ്. പക്ഷെ എന്തുകൊണ്ട് പറ്റിയില്ല? ഉദാഹരണമായിട്ട് ഇവർക്ക് നല്ല സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള കോർപ്പറേഷൻ ഏരിയയിലാണ് ഇയാൾ പിന്നെ പോകുന്നത്. അതോടുകൂടി തീരുമാനമായി. പക്ഷെ അത് വേറൊരു സ്ട്രാറ്റജി ഉണ്ട് അവർക്ക്. അടുത്ത പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനിൽ എനിക്ക് BJPയിലൊരു പുനഃസംഘടന വരികയും RSS കുറച്ചുകൂടി പിടിമുറുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം. പിന്നെ കേരളത്തിൽ ഞാൻ കേട്ടത് സംബന്ധിച്ച് കേരളത്തിൽ RSSലേക്ക് പോലും BJPയുടെ മാലിന്യങ്ങളുടെ ഒരു സ്വാധീനം വന്നു എന്ന് RSSനുള്ളിലുള്ള ആളുകൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് ശരിയാക്കാൻ, ടോപ്പ് ലീഡർഷിപ്പില്ല, താഴെ തട്ടിലൊക്കെ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ നമ്മൾ പിന്നെ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ ശരത് പവാർ, കരുത്തനായ ശരത് പവാറിൻ്റെ ഞാൻ പറഞ്ഞില്ല അയാളുടെ കാലം കഴിഞ്ഞു. എല്ലാവർക്കും ജോണിനൊരു കാലമുണ്ട്, എനിക്കൊരു കാലമുണ്ട്. ആ കാലം എല്ലാ കാലത്തും നിൽക്കില്ല. ഇതിലും വലിയ ആൾ ചർച്ചിലൊക്കെ വീണ് പോയിട്ടുണ്ട്. ചർച്ചിലൊക്കെ ഇതുപോലെയല്ല, കത്തിക്കുമ്പോൾ വീണത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇംഗ്ലണ്ടിനെയും ലോകത്തിനെയും ഈ പറഞ്ഞ സോക്കോൾഡ് ജനാധിപത്യത്തിൻ്റെ പാതയിൽ ഫാസിസത്തിനെ നയിച്ചിട്ട് അടുത്ത ഇലക്ഷന് മൂക്കും കുത്തിയാണ് വീണത്. അപ്പോൾ ഇനിയിപ്പോൾ ശരത് പവാർ അവിടെ, അതുപോലെ തന്നെ ശരത് പവാർ അവിടെ പരാജിതനാകുമ്പോൾ അപ്പുറത്ത് ഷിൻഡെ ബലവാനാകുന്നു എന്നുള്ളതുകൊണ്ട് ഉദ്ധവ് താക്കറെ അല്ല, ഷിൻഡെ ശക്തിപ്പെടും. ഷിൻഡെ കുറച്ചേരം കൂടി നിൽക്കും, പിന്നെ അതും പോകും. കുറച്ചേരം കൂടി നിൽക്കും. ഷിൻഡെ നിന്നെന്താ വെച്ചാൽ ഷിൻഡെ കൃത്യസമയത്ത് ചാടി അവർ നല്ലൊരു പൊസിഷൻ കൊടുത്തു, അവരോട് കൂറ് പുലർത്തിക്കൊണ്ട് നിന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ ഉണ്ട്. തങ്ങൾ ഫാമിലി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പിന്നെ തങ്ങൾ ഫാമിലി തോന്നുന്നു. ഇതാണ് ഇവർക്ക് പറ്റിയത്. ബാൽതാക്കറേക്ക് ഇത് അറിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും മുഖ്യമന്ത്രി അയാളാണ് മഹാരാഷ്ട്ര ഭരിച്ചത്. ഭരിക്കുന്ന ശരത് പവാർ ആണെങ്കിലും മനോഹർ ജോഷി ആണെങ്കിലും മഹാരാഷ്ട്ര ഒരു 10-30 വർഷം ഭരിച്ചത് ഇങ്ങേരാണ്, ആര്? താക്കറെയാണ്. അപ്പോൾ അതെന്താ താക്കറൊക്കെ എങ്ങനെ കളിക്കണം? ശരത് പവാർക്ക് എന്തൊക്കെ കുഴി ചോദിച്ചാൽ അയാൾ വീഴല്ലോ. പക്ഷെ ഇപ്പോൾ ഇവർക്ക് അതല്ല, ഇവരെ മണ്ടന്മാരല്ല, അമൂൽ ബേബീസ് അല്ലേ. രാഹുൽ ഗാന്ധിക്ക് വിവരം വെച്ചു, എന്ന് താക്കറയ്ക്ക് വിവരം വെച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം അമൂൽ ബേബി ആയിരുന്നു. പക്ഷേ അയാളിപ്പം ഭയങ്കര എമേർജ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അയാളെ ചുറ്റും ഒരു കോക്കസ് ഉണ്ട്. ആ കോക്കസ് പ്രജാബന്ധത്തിൽപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ അളിയനാണ് പ്രതീക്ഷ. അളിയന് പണി അറിയാം, അളിയൻ്റെ കാര്യം അറിയാലോ. അളിയൻ പണ്ടേതൊരു ഹോട്ടലിൽ സപ്ലയർ ആയിരുന്നു. സപ്ലയർ ആയപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിനെ കണ്ടത്. അങ്ങനെ സിംഗാരവേനലിലെ ദിലീപിനെ പോലെ എന്താണ് കോടീശ്വരിയായ പിന്നെ കോടീശ്വരി പുത്തിനെ വളച്ചെടുത്ത ആളാണ്. അപ്പം അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടാവും. സപ്ലയർ ആയിരുന്നു. സപ്ലയർ സാധാ പ്ലെയർ അല്ല, ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച മാനേജ്മെന്റ്. അപ്പോൾ അവരുടെ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. വേറെ കഥ ഉണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ കഥ ഉണ്ട്. മോശം കഥയൊന്നുമല്ല, ഒരു പ്രണയ ബ്രേക്കപ്പ് ചെയ്യുന്നതിനൊക്കെ കഥയുണ്ട്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് നമുക്ക് അല്ല, നമ്മൾ പറയേണ്ട കാര്യമല്ല, നമ്മളെ പോലെ ആള്. പക്ഷേ അത് ഇയാളെ ബുദ്ധിയാൻ പറഞ്ഞത്. ഇയാൾക്ക് അങ്ങനെ ബുദ്ധിയുള്ള ഒരാളാണ്. അപ്പോൾ അയാൾക്കൊരു പണി അറിയാം, അയാൾ എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളിന്ന് നോക്കാം. എനിക്കൊന്ന് കോൺഗ്രസിന് ഇനിയുള്ള ഒരു ശക്തിപ്പെടൽ മിക്കവാറും അയാളിലൂടെ ആയിരിക്കും. പക്ഷേ ജനത്തിന് സ്വീകാര്യനായ, ജനങ്ങളെ സ്വീകാര്യമല്ല, ജനത്തിൻ്റെ സ്വീകാര്യതയൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതല്ലേ. പിന്നെ RSS വളരെ സമയമെടുത്തുകൊണ്ട് തലമുറകളെ സ്വാധീനിച്ചുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ RSSന്റെ വലിയ ലക്ഷ്യമാണ് ഹിന്ദുമതത്തെ സംരക്ഷിക്കുക, ഹിന്ദുത്വം നിലനിർത്തുക, ഇന്ത്യൻ്റെ ആ ഒരു മത സംസ്കാരം സംരക്ഷിക്കുക. അല്ല ഇവർ മുസ്ലിം വിരോധമൊക്കെ എന്ന് വെച്ചാൽ ഹിന്ദുക്കളായിട്ട് പരസ്പരം യോജിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അല്ലാണ്ട് അവർക്ക് അങ്ങനെ വലിയ മുസ്ലിം വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ലീഡർഷിപ്പിന്. പക്ഷേ താഴെത്തട്ടിൽ ആളുകൾക്കുണ്ട്. അതെന്ന് വെച്ചാൽ ഈ മുസ്ലിം വിരോധം ആണല്ലോ കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് ചിന്തിക്കും. പക്ഷേ മുകളിൽ അങ്ങനെയല്ല. അത്
അവർ ഈ പറയുന്ന ഹിന്ദുത്വത്തെ സംരക്ഷിക്കുക, ഇന്ത്യയെ സംരക്ഷിക്കുക, ഹിന്ദുമതത്തെ സംരക്ഷിക്കുക, വലിയ തൊട്ട് നമ്മൾ നേരിടുന്നുണ്ട് പല ഫലങ്ങളും. അതാണ് അവരുടെ ലക്ഷ്യം, വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ട് RSS ആ രീതിയിലുള്ള സ്ട്രാറ്റജിയാണ്. അങ്ങനെയാണ് അവർ ആളുകളെ സ്വാധീനിക്കുന്നത്. പക്ഷേ CPM അല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ള പാർട്ടി ചെറിയ CPM മുമ്പുണ്ടായിരുന്നു, ഇപ്പമല്ല, ചെറിയ ലക്ഷ്യങ്ങളൊക്കെയാണ്. കോൺഗ്രസിന് സാധനം നേടിക്കൊടുക്കാതെ അവർ എടുത്തന്നിട്ടുണ്ട്. CPM സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡൽ കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിട്ട് കുറേ നടന്നിട്ടുണ്ട്. അവരെ ഇനിയിപ്പോൾ പുതിയ ടാർഗറ്റിലേക്ക് അവർ പോകുമ്പോൾ അവർ പൂർണ്ണമായും വലതുപക്ഷ പാർട്ടിയായി പോകും. പിന്നെ അവർക്ക് അവരുടെ ഒരു എക്സിസ്റ്റൻസ് പ്രശ്നമാണ്. കോൺഗ്രസ് അവർ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാതാവും. മനസ്സിലായില്ലേ? അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന ചെറിയൊരു ഇലക്ഷൻ്റെ മുമ്പുള്ള ആളുകളെ സ്വാധീനിക്കാനുള്ള ജസ്റ്റ് തരത്തിലുള്ള ഇടപെടലുകളാണ്. അതാണ് ഇവർ RSS നമ്മളെത്തിയത്. ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രശ്നം അവരുടെ വലിയ ലക്ഷ്യമാണ് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക, ഇന്ത്യയിൽ 50 വർഷം കൊണ്ട് മറ്റോ ഇസ്ലാമിക രാജ്യം അങ്ങനെ ഉള്ളിലുള്ള ലക്ഷ്യം നടക്കില്ല എന്നുള്ള കാര്യം. RSS ഉള്ളതുകൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ ഈസി ആയിട്ട് നടക്കും. അതുപോലെ നമ്മളെ ഇവാഞ്ചലിക്കൽ ചർച്ചിനുണ്ട്, അവരൊരു അടുത്തൊരു 200-300 വർഷം കൊണ്ട് ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കുക എന്നുള്ളത്. രാജസ്ഥാനിലൊക്കെ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ, ഞങ്ങളുടെ ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒക്കെ പരിപാടിയുണ്ട് രാജസ്ഥാനിൽ. അവിടെ ഉൾനാടുകൾ സ്കൂളിൽ പോകേണ്ട ആവശ്യകത പോലും പിള്ളേർക്ക് അറിയില്ല. അവിടെയാണ് എനിക്ക് ഇവാഞ്ചലിസമായിട്ട് തന്നെ അവരുടെ ഈ അജണ്ട, ഇന്ത്യയെ മതപരിവർത്തനം ചെയ്യാനുള്ള അജണ്ടയോട് എനിക്ക് യോജിപ്പില്ല. ഒരു ഇറാനാണ് ചെയ്തോട്ടെ, ഇന്ത്യയിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല, നമ്മളെതൊക്കെയും ചെയ്യും. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നത്, ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആദ്യമായിട്ട് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്ന അവരാണ്. അങ്ങനെ ആ ഒരു ജനതയ്ക്ക് ഒരു പുതിയ വെളിച്ചം, പുതിയ ലോകം അവർ കാണിച്ചു കൊടുക്കും. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ മറ്റേ ലക്ഷ്യമാണ് നമുക്ക് പ്രശ്നം. എന്തായാലും മഹാരാഷ്ട്രയിൽ ഭരണം തുടർച്ച നേടിയിരിക്കുന്നു. ഇനി ബാക്കി രാഷ്ട്രീയ പ്രവർത്തകർ, ശരത് പവാർ ഉൾപ്പെടെയുള്ളവരുടെ ഭാവി എന്താവും എന്നുള്ളതും നമുക്കിനി കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.